ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എടുക്കാനുള്ള മൂഡും കാര്യങ്ങളും ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഫുള്ള് വെള്ളമായി ഗായ്സ്. അപ്പം ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഫുള്ള് വെള്ളമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ നോർമലി വെള്ളം കയറി വരുന്നതേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളിടത്തൊക്കെ കൂട്ടുകാരുടെ വീട്ടിൽ അങ്ങനെയുള്ളടത്തൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ റോഡാണ്, അതായത് പഴയക്കാട്ട് പള്ളി, അവിടെ ഫുള്ള് വെള്ളമായിട്ടുണ്ട്. ആൾക്കാരൊന്നും വെളിയിലില്ല മഴയായതുകൊണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ അവസ്ഥയെന്ന് പറയാനായിട്ട്. അപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട്, ഇത് ചേട്ടായിയുടെ ഫ്രണ്ടിൻ്റെ വീടാണിത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ വീട് ഫുള്ള് വെള്ളം കയറി, വീടും വഴിയും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവരവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ചിലവർ ആലപ്പുഴ സൈഡിലേക്കും പോകുന്നുണ്ട്, ചങ്ങനാശ്ശേരി സൈഡിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുള്ള് പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വേറൊരു ബോട്ടിൽ കയറിയിട്ട് പോകാനായിട്ട്. അവിടെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ചേട്ടായിയും ചേട്ടായിയുടെ കൂട്ടുകാരനും കൂടെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നൊന്നും അറിയത്തില്ല. കാരണം ഇവിടുത്തെ കുറേ ആൾക്കാരെല്ലാം ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി. പിന്നെ ചിലവർ ക്യാമ്പൊക്കെ ഉണ്ട് ഇവിടെ. ക്യാമ്പിൻ്റെ കാര്യത്തിനൊക്കെ കുറേ പേരൊക്കെ ഇങ്ങനെ ക്യാമ്പിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം കയറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ആലപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലം അതിമനോഹരമാണ്. പക്ഷെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് നിൽക്കാനേ പറ്റില്ല. ഇനിയും നമുക്ക് തട്ടാശ്ശേരിയിലേക്ക് പോയി നോക്കാം. നമ്മളിങ്ങനെ ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. വേറെ സ്കൂട്ടറൊന്നും അങ്ങനെ പോകത്തില്ല. കാരണം അത് ഫുള്ള് ഓഫായി കഴിഞ്ഞാൽ പിന്നെ അത് ഓൺ ആവാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം നമ്മുടെ വണ്ടിയും കാര്യമൊക്കെ നമ്മൾ പൊക്കത്ത് റോഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മങ്കൊമ്പിൽ ഇവക്കിപ്പോൾ ഈ ഒരു ടൈമിൽ ഭയങ്കര വെള്ളമാണ്. ഈ പ്രാവശ്യം എന്താകുമെന്നുള്ള സ്ഥിതി അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് നോർമലി വെള്ളമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പ്ലാൻ മാറി. ഇപ്പം ഇത്തിരി തോർന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ തട്ടാശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ബോട്ടിന് നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ കുറേ പേരുണ്ട് വന്ന് നിൽക്കാനായിട്ട്. എന്ന് വെച്ചാൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് കുറച്ച് പേരുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിലേക്ക്. കണ്ടോ ഗൈസ്, ഒത്തിരി ആൾക്കാരുണ്ട്. ചിലവരൊക്കെ ക്യാമ്പിലേക്കാണ് പോകുന്നത് തന്നെ. അപ്പോൾ കുറേ പേര് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറേ പേരുണ്ട് വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കൂട്ടുകാരനെ കയറ്റി വിടണം. കുറച്ച് പേരൊക്കെ വള്ളത്തേലും ഒക്കെ പോകുന്നവരുണ്ട്. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. ഒരുപാട് വെള്ളം കാണുകയാണെങ്കിൽ തന്നെ എല്ലാവരും ക്യാമ്പിലോട്ടും അല്ലാതെ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ മാറുക എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാവരുടെയും അവസ്ഥ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ.
ഇത്രയും കാത്തു നിന്നവർ ഈ ഒരു ബോട്ടിലേക്ക് തന്നെ പോവുകയാണ്. നല്ല വെള്ളം കയറുന്നതിന് മുമ്പ് കുറച്ച് പേരൊക്കെ സേഫ് ആവുകയാണ്. കാരണം ഇനിയും 3-5 ദിവസത്തെ മഴ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് കുറച്ച് പേരൊക്കെ അത് കയറുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിനെയും കയറ്റി വിടാണ്. അവരുടെ വീട്ടിലാണ് ഫുള്ള് വെള്ളമായിരിക്കുന്നത്. അവിടെ മാത്രമല്ല എല്ലായിടവും കുറച്ച് ആൾക്കാരൊക്കെ എല്ലാ സ്ഥലങ്ങളിലോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ വെള്ളം കയറിയ ഒരു കാഴ്ചയും കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്.